പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. കാരണം 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുകയാണ്. ഒന്ന്, ഇന്ന് നടക്കുന്ന തട്ടിപ്പുകൾ, അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കുടുംബം, എൻ്റെ മക്കൾക്കും, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ യുവതലമുറയ്ക്ക് വേണ്ടിയും, പിന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള രീതിയിൽ പൊതുവായിട്ട് തരുന്നൊരു മെസ്സേജാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഈ പറയുന്നതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റൽ, എറണാകുളത്തൊരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുള്ള വിശ്വാസം പറഞ്ഞതിൻ്റെ പേരിലാണ് പലരും ഞങ്ങളോട് ഷെയർ ചെയ്തത്. അവിടെ ഇരുന്ന ഡോക്ടർ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ, ഒരു പ്രായമുള്ള ആളുണ്ട്, അതികായകനാണ്. പുള്ളിക്കാരന് നേരത്തെ ഇവിടെ ട്രിവാൻഡ്രം RCCയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒത്തിരി വിശ്വസിച്ചു. നമ്മൾ ആ പുള്ളിയെ വിശ്വസിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നത്. പുള്ളി പറഞ്ഞനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, നമ്മളവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ തന്നെ പെട്ടെന്ന് അവർ ഒരു 2 കീമോയും തന്നിട്ട് അവർ സർജറി ചെയ്തു. സർജറി എൻ്റെ ഈസോഫാഗസ് ഏരിയയിലായിരുന്നു ഈ ക്യാൻസർ. സർജറി കഴിഞ്ഞിട്ട് ഇവർ തന്ന കീമോ ഒന്നും എഫക്റ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ഇതങ്ങ് സിവിയറായി. എന്നാൽ ഇവർക്ക് വേണമെങ്കിൽ ഇത് മാറി നമുക്ക് റേഡിയേഷൻ തരാമായിരുന്നു. അവരതിനു വേണ്ടി ശ്രമിച്ചില്ല. കാര്യം ഇവർ മാക്സിമം കീമോ നമ്മളെ തളർത്തുന്ന ഒരു സാധനമാണ്. നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ തളർത്തിക്കളഞ്ഞു. കീമോയ്ക്ക് പ്രയോജനമില്ല എന്ന് വേറെ ചില ഡോക്ടർമാർ ലാസ്റ്റ് പുറത്തുനിന്ന് വന്നൊരു ഡോക്ടറോട് പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും ചില ഡോക്ടർമാർ ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും എൻ്റെ ബോഡി ഒരുപാട് വീക്കായിപ്പോയി. വീക്കായത് മാത്രമല്ല, ഇതിനൊരു റിക്കവറിയും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനായിട്ട് എൻ്റെ പണം എന്ന് ചെറിയൊരു എമൗണ്ടൊന്നുമല്ല, ഏകദേശം 18 lakh rupees ഞാനവിടെ സ്പെൻഡ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ. അതിനൊക്കെ ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഹോസ്പിറ്റലിലൂടെ പോയി. പക്ഷേ അതൊന്നും വലിയ കാര്യമില്ല. ഇവരൊന്നും പറഞ്ഞ് ഇതെല്ലാവരും ഇതൊക്കെ തന്നെ. പിന്നെ ഞാൻ ഒന്ന് മനസ്സിലാക്കിയത്, ഇതൊരു ടൂറിസമാണ്. ഹോസ്പിറ്റലുകളുടെ നന്മ മാത്രമേ ഇന്ന് ഡോക്ടർമാർ നോക്കുന്നുള്ളൂ. പല ഹോസ്പിറ്റലും ഡോക്ടർമാരെപ്പോഴും ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യണം, അല്ല അവരുടെ ബിസിനസ്സിന് വേണ്ടി മാത്രമായി. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഡോക്ടർമാരെ നമ്മൾ ദൈവം പോലായിരുന്നു കൊണ്ടിരുന്നത്. അവർ പറഞ്ഞ് നമ്മൾ വേദവാക്യം പോലെ വിശ്വസിക്കുമായിരുന്നു. കാര്യം അങ്ങനെയാണ്. നമ്മളൊരു നേരിൽ കാണുന്ന ഒരു ദൈവമായിട്ടാണ് ഡോക്ടർമാരെയും ഒക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നടക്കുന്ന തട്ടിപ്പുകളാണ്. അപ്പം അതുകൂടെ ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ പേരിൽ വേറെ ചില ഈ മറ്റുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്, അതും തരികടയാണ്. നിങ്ങളിതിലൊന്നും വിശ്വസിക്കരുത്, ഇതൊന്നും അകപ്പെടരുത്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ വിദഗ്ധമായ മറ്റുള്ള പുറത്തുള്ള ഡോക്ടർമാരോ, അതായത് വിദേശത്തുള്ള ഡോക്ടർമാരോ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അവരുമായിട്ട് ഒന്നുകൂടെ കൺസൾട്ട് ചെയ്തതിന് ശേഷമേ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാവും. അതെൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ പറയുകയാണ്. ഞാനത് ചെയ്തില്ല. ഞാൻ പോയി ട്രീറ്റ്മെൻറ്റിന് പോയി. അവർ പറഞ്ഞ വേദവാക്യം പോലെ ഞങ്ങളെല്ലാം ചെയ്തു. അവസാനം സിവിയറായതല്ലാതെ റിക്കവറിയും കിട്ടിയില്ല. ഒരു കണ്ടീഷൻ ഞാനിരിക്കുന്നു ഇപ്പോഴും. എന്ന് പറഞ്ഞാൽ എൻ്റെ നാഡിയെല്ലാം തളർന്നു. അവരത് ബ്രെയിനിലോട്ട് എത്തിയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് ആദ്യം കണ്ടത് ഈസോഫാഗസ് ആയിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനെ ഇവർ പറഞ്ഞ എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലിവറിലായതിന് ശേഷം അത് തലച്ചോറ് വരെ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് റേഡിയേഷൻ തന്ന്, ലോക്കൽ റേഡിയേഷൻ തന്ന് വേണമെങ്കിൽ അതിനെ അവരത് ചെയ്തില്ല. കാര്യം അവർ മാക്സിമം നമ്മളിൽ നിന്ന് എന്തുമാത്രം ചൂഷണം ചെയ്യണം. ഞാൻ അവിടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പലരും എന്നോട് പറഞ്ഞിരുന്നു. അവരുടെ ഫെയിലിയറും കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തു. എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്, ഈ പരിചയമുള്ളവരാണ്. അത് ചിലരൊക്കെ അവിടെ നിന്നൊക്കെ മാറി ഗോകുലം ഹോസ്പിറ്റലിൽ പോയി, ചിലർ പ്രായമുള്ളവർ
രക്ഷപ്പെട്ടിട്ടുണ്ട്. കാര്യം ഈ ഗംഗാധരൻ ഡോക്ടറിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കാലത്ത് നല്ലൊരു ഡോക്ടറായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം ഈ പബ്ലിസിറ്റിയൊക്കെ ആയി പുള്ളി എന്ത് വലിയ ഇതിൽ എത്തിയപ്പോഴത്തേന് ഇനിയും പുള്ളിക്ക് എങ്ങും എത്താനൊന്നുമില്ല. അപ്പോഴത്തേന് പുള്ളി വേറെ രീതിയിലേക്ക് മാറി. പുള്ളിക്കാരൻ നമ്മളൊരു കാര്യം പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യത്തില്ല. മെയിൻ പ്രശ്നമാണ്. ഞാൻ തുറന്നങ്ങ് പറയുന്നത് മനുഷ്യൻ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അവർക്ക് എന്നോട് വിരോധം തോന്നി, കല്ല് വലിയ ഞാൻ ഗോഹൽ, ഇതിനപ്പുറമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ അവിടെ അയാൾ പറഞ്ഞു കേട്ടുകൊണ്ട് നമ്മളിതെല്ലാം ചെയ്തു. ലാസ്റ്റ് എന്നോട് പറയുക, അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ വല്ലതും കണ്ടുപിടിച്ചതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? രോഗിയായിട്ട് ചെല്ലുന്നവരോ ഒരേ ഒരു കൺസിഡർ ചെയ്തിട്ട് വേണ്ട രീതിയിൽ ചെയ്യണം. അത് ചെയ്തില്ല അവർ. എനിവേ ഞങ്ങൾ ഈ അപ്പോൾ ഇവർ ഹോസ്പിറ്റലുകാർ നോക്കുന്ന മാക്സിമം നമ്മളിൽ നിന്ന് എന്താ അങ്ങോട്ട് കിട്ടാനുള്ളൂ അന്ന് കിട്ടാൻ അവർ നോക്കും. അങ്ങനെ അവർ പെട്ടെന്ന് സർജറി സജസ്റ്റ് ചെയ്തു. അവിടുത്തെ പിന്നെ ഈ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ് സർജറി ചെയ്തു. സർജറിയൊക്കെ ഓൾമോസ്റ്റ് സക്സസ് ആയിരുന്നു. പിന്നെ അതിനകത്ത് കണ്ട് പാൻക്രിയാസിൻ്റെ ബാക്കിലെങ്ങാണ്ട് ഉള്ള ടിഷ്യൂ പാർട്ടിലെന്തോ ഒരു ചെറിയ ഇത് കണ്ടുന്നത്, ഇത്രയും ത്രോംബോസിസ് ആയിട്ടാണ് അവർ കണ്ടത്. അപ്പോഴന്നേരം അതിനകത്ത് അവർ പറഞ്ഞിരുന്നു ഇത് അതിനകത്ത് പേടിക്കണ്ട എന്നുള്ളതാണ് അവരുടെ അതിൻ്റെ കാര്യം. പൈസ ഓരോ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല, വലിയൊരു എമൗണ്ടാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാനൊരു റിക്കവറി ഇല്ലാതെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാനിപ്പോൾ വല്ലാത്തൊരു കണ്ടീഷൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞത് മെഡിക്കൽ തട്ടിപ്പിന് നിങ്ങൾ ഇരയാകരുത്. നിങ്ങൾ ചെയ്യേണ്ട എപ്പോഴും നിങ്ങൾ പുറത്തുള്ള വിദേശത്തുള്ള ഡോക്ടർമാരോട് ഒന്ന് കൺസൾട്ട് ചെയ്യാം. വിദേശത്തൊക്കെ ചെയ്യുന്ന കീമോടൊപ്പം തന്നെ അവർ റേഡിയേഷൻ കൂടെ തന്നതിന് ശേഷം മാത്രമേ ഒരു സർജറിക്ക് അവർ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം മാക്സിമം സെല്ലുകൾ കരിച്ച് കളഞ്ഞതിന് ശേഷമേ സർജറി എടുത്ത് കളയാൻ പാടുള്ളൂ. ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത്. എൻ്റെ ബ്രദറിലോ ഡോക്ടറാണ്. അതുകൂടാതെ മറ്റുള്ള പുറത്ത് വേറെ പലതും എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഈ ഒരു കണ്ടീഷൻ മിഡിൽ കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിപ്പോയി. അപ്പോൾ നിങ്ങളെപ്പോഴും സജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഹോസ്പിറ്റൽ, ഏതാണ്ട് ഇവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്, നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള നല്ല ഹോസ്പിറ്റലിൽ മാത്രമേ പോകാവൂ. അത് ഈ പറയുന്ന എല്ലാം തട്ടിപ്പുകളാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഹോസ്പിറ്റലാണ് ഇതെല്ലാം. അത് വളരെ ആലോചിച്ച് കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇത് ഒരു വിഷയം. ഇനി ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. അവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവും ഇതൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് ഇത് കൂടാതെ പിന്നെ നടക്കുന്നത് ഈ ചില ഈ വിശ്വാസ തട്ടിപ്പുകൾ, അതിനെക്കുറിച്ച് പറയുകയാണ്. പല പള്ളികളും പണ്ടൊക്കെ എല്ലാവർക്കും വിശ്വാസം, പള്ളിയും പ്രത്യേക ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസത്തിൽ എൻ്റെ പേരിലാണ് ഇവർ പലയിടത്തും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വിശ്വാസ തട്ടിപ്പുകൾ ഇന്ന് നടക്കുന്നത്, ഒന്ന് ഈ ചില വിസിറ്റ് പാസ്റ്റർമാരുണ്ട്, ചിലർ വന്ന് പണം ശേഖരിക്കാൻ വേണ്ടി വരുന്നവർ. അവർ നമ്മളെ വന്ന് പണ്ട് പിന്നെ നമ്മൾ ഇന്നസെൻ്റ് പറഞ്ഞതിൻ്റെ കൂട്ട് വീട്ടുകളിൽ വന്നിട്ട് നമ്മളെ ഒരുമാതിരി പൊട്ട് കളിപ്പിച്ച് നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് വരുന്നത്, അസുഖം ഇതുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു നമ്മളെ ട്യൂഷന് കാശ് പിരിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘമുണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾ പെടരുത്. നിങ്ങളോട് പറയാനുള്ളത്, അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബവും കുഞ്ഞുങ്ങളും അല്ലാതെ ആരും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനില്ല. അപ്പോൾ പ്രാർത്ഥനയെ ഞാൻ കുറ്റം പറയുന്നത്, പ്രാർത്ഥനയാണ് അത്യാവശ്യം. ദൈവമാണ് നമ്മളെ മിറാക്കിൾ നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഈ പ്രാർത്ഥനയും മെഡിക്കലും രണ്ടും കൂടെ മെഡിസിനും രണ്ടും കൂടെ ഒരുപോലെ തന്നെ പോയെങ്കിലേ കാര്യങ്ങൾക്കൊരു ഇതുണ്ടാകുള്ളൂ. ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് സത്യത്തിനുള്ള കാര്യം. പക്ഷേ എങ്കിൽ തന്നെയും ഇവരിൽ നിന്നുള്ള കാപട്യത്തിൽ നമ്മൾ പെടരുത്. അതുപോലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മൊത്തം ഇന്ന് നടക്കുന്നത് തട്ടിപ്പുകൾ. ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടെ ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി, ചെങ്ങന്നൂരെ ഒരു ഫേമസ് ഒരു ഹോസ്പിറ്റലുണ്ട്, പേരുകൂടിയ ഹോസ്പിറ്റൽ, പരിമല ഹോസ്പിറ്റൽ. അവിടെ ചെന്ന് ആ പള്ളിയുടെ മുന്നിൽ മൊത്തം കാണിക്ക ബോക്സ് വെച്ചേക്കുവാണ്. അവിടെ കൊണ്ട് നമ്മുടെ ഇന്ന് ഫണ്ട് പൈസ ഓഫറുകൾ സ്വീകരിക്കുകയാണ് അവരുടെ. ഇങ്ങനൊന്നും ഓഫർ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ അസുഖം മാറത്തില്ല. ഇതൊക്കെ നമ്മളെ തട്ടിപ്പ്. കാര്യം ഒരു കാലത്ത് ഇതിലൊക്കെ ആൾക്കാർ കാര്യം അവിടെയൊക്കെ ഭക്തി ഉണ്ടായിരുന്നു. ഇന്ന് ഭക്തിയല്ല, ഇന്ന് വരുമാനമാക്കിയേക്കുവാണ്.
അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫണ്ട് കൊണ്ടിട്ടുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ ചില കൃപാസനം എന്ന് പറയുന്ന കുറേ പരിപാടികൾ നടത്തി അങ്ങനെ കത്തോലിക്ക സഭകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കാപട്യം എന്ന് പറഞ്ഞാൽ പക്കാ കാപട്യമാണ്. ഇന്ന് ക്രിസ്ത്യാനികളെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു മാർഗമായേക്കുവാണ് ഈ ഭക്തി മാർഗത്തിലൂടെ ചൂഷണം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിനകത്തൊന്നും വിധേയരാവരുത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അയൽവക്കത്തിൽ കല്യാണം ഉണ്ട്, എല്ലാവരും ഒരുമിച്ചൊരു സന്തോഷം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ട്രാജഡി അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാൾ നശിച്ച് കാണാൻ വേണ്ടി സന്തോഷമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇന്നത്തെ സമൂഹം അങ്ങനെ ആയിപ്പോയി. അവരുടെ നാശം കണ്ട് ഇങ്ങനെ കാണാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രതികരിക്കുന്നത് ഏറ്റവും എന്തെങ്കിലും മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതിന് ആ വീഡിയോ പബ്ലിസിറ്റി കിട്ടുന്നതും ഒരുപാട് റേറ്റിംഗ് ഉണ്ടാകുന്നതും. കാര്യം മനുഷ്യനിപ്പോൾ അതിലായി ട്രെൻഡ്. ഇതെല്ലാം അവസാന കാലഘട്ടത്തിലേക്ക് എത്തിച്ചേക്കുവാണ്. ദൈവം തന്നെ ഇത് കണ്ടുപോയേക്കുവാണ്. അവസാനം ഇതിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇന്ന് നടക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റുകളായാലും എല്ലാത്തിനും ഇപ്പോൾ തന്നെ കേരളത്തിലേക്ക് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘമായി. പിന്നെ അതുകൂടാതെ നമ്മുടെ ഗവൺമെൻറ്റുകളെല്ലാം ദൈവീകമായ ചിന്താഗതി, ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിമായി, ഹിന്ദു ആയിക്കോട്ടെ, ആരും ഞാൻ ആരും ഇതായിട്ട് പറയുകയല്ല, ആത്മീയമായ അന്തരീക്ഷത്തിൽ നിന്ന് ആത്മീയത പോയിട്ട് അല്പം പോലും വിശ്വാസം ഇല്ലാത്ത ഇതിലേക്ക് എത്തി ജനങ്ങൾ വെറും അങ്ങ് ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇനിയും മുന്നോട്ടും അനുഭവിക്കാൻ പോവാണ്. എന്തെല്ലാം ദൈവം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചാൽ പോലും നമ്മൾ മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിസ്ത്യാനികൾ തന്നെയാണ് തട്ടിപ്പുകൾ നടത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുകൂടാതെ കുറേ അതുപോലെ മുസ്ലിം സമുദായത്തിലുള്ളതാണ് വെറുതെ കുറേ ഈ വിച്ച് ക്രാഫ്റ്റ് പരിപാടികൾ അവർക്കുണ്ട്. ഈ ഇത് നടത്തിക്കൊണ്ട് നമ്മുടെ ആഭിചാരക്രിയകൾക്ക് മുൻപന്തി കാണിക്കുന്നവരവരാണ്. അത് എങ്ങനെയെങ്കിലും ഒരാളുടെ നാശം കാണാൻ വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥന. നാശം കണ്ടിട്ട് അതിനെ ചൂഷണം ചെയ്ത് അവിടുന്ന് അതവർക്ക് ആ പ്രോപ്പർട്ടിയോ കാര്യങ്ങൾ കസ്റ്റഡിയിലാക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ അയൽവക്കത്തുണ്ട് ചില കടകളുണ്ട്. അപ്പോൾ അവിടെ അവർ നമ്മളെപ്പോഴും സ്ഥിരം അവിടെ പോയി മേടിക്കുന്ന കൂട്ടത്തില്ല. ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അവിടെ കടയിലെ പോക്കും. എൻ്റെ ജീവിതത്തെ അനുഭവങ്ങൾ പറയാം. നമ്മൾ ചായ മേടിച്ച് കാര്യം വെറുതെ കുടിക്കുന്നതാണ്. എനിക്ക് വേണ്ട എൻ്റെ വീട്ടിൽ നമ്മൾ ചായ കുടിക്കും. എന്നാലും ശരി, ആൾക്കാരുമായിട്ട് ഞാൻ നാട്ടിൽ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വിചാരിച്ച് എല്ലാവരുമായിട്ട് സഹകരണം വേണം. എല്ലാം കടലിലൊക്കെ കയറി പോയിരിക്കും, വർത്താനം പറയും. പക്ഷേ അതൊക്കെ എനിക്ക് ദോഷങ്ങൾ വരുത്തിയിട്ടേ ഉള്ളൂ. ഇവരെല്ലാവരും നമ്മുടെ നന്മ ഉദ്ദേശിച്ചല്ലാതെന്ന് എനിക്ക് പിന്നീട് ബോധ്യമായി. അപ്പോൾ അയൽവക്ക സ്നേഹം പോലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിരിക്കുന്നത്. പണ്ടൊക്കെ അയൽവക്കത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇന്ന് ഒരു അയൽവക്കത്തുള്ള വീട്ടിൽ ഒരു ട്രാജഡി ഉണ്ട്, സന്തോഷിക്കുകയാണ്. പുറത്ത് നോക്കിയിരുന്നിട്ട് അവൻ വീണു, അവൻ അടിഞ്ഞു. അപ്പോൾ അവൻ നശിച്ച് കാണാൻ വേണ്ടിയുള്ള മനോഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ അവസാന കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്.